ഇവിടെ 200 കിലോയ്ക്ക് മുകളിൽ ശരീരഭാരമുള്ള ജോണ് പെട്ടെന്ന് ഒരു ദിവസം മുതലേ തടി കുറയാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അവന് ജിമ്മിൽ പോവുകയോ ഡയറ്റിംഗ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തോ മാരകമായിട്ടുള്ള അസുഖം വന്നിട്ടാണ് ഇങ്ങനെ തടി കുറയുന്നതെന്ന് വിചാരിച്ച ജോണ് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തെങ്കിലും അവനൊരു അസുഖവും ഇല്ലെന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ പിന്നീടാണ് ജോണിന് ഇത് അവന് കിട്ടിയ ഒരു ശാപമായിരുന്നെന്ന് മനസ്സിലാവുന്നത്. കാരണം ഒരിക്കൽ ജോണ് ഒരു നാടോടി സ്ത്രീയെ കാറിടിച്ച് കൊല്ലുന്നു. എന്നാൽ ജോൺ ഒരു വക്കീലായതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മേലാണ് തെറ്റെന്ന് പറഞ്ഞ് ആ കേസിൽ നിന്ന് അവന് രക്ഷപ്പെടുന്നു. ആ കോടതിയിലെ ജഡ്ജും ആ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറും ജോണിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവർക്ക് ആർക്കും തന്നെ നാടോടികളെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജോണിനെ ആ കേസിൽ നിന്ന് അവർ ഈസിയായി രക്ഷപ്പെടുത്തി. ഇതുപോലെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഹാർട്ട് സിമ്പിൾ കമന്റ് ചെയ്യൂ. സോ തന്റെ മകൾക്ക് നീതി കിട്ടാതെ വന്നപ്പോൾ ദേഷ്യം വന്ന ഈ നാടോടി മന്ത്രവാദി ജോണിനെയും അവന്റെ ഫ്രണ്ട്സിനെയും ശപിക്കുന്നു. ആ ശാപം കൊണ്ട് തന്നെ അവന്റെ 2 ഫ്രണ്ട്സും വിരൂപകാരികളായി മാറുകയും അവസാനം അവർ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജോൺ കഴിക്കുന്ന ഭക്ഷണമൊന്നും അവന്റെ ശരീരത്തിൽ പിടിക്കാതാവുകയും അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും അവന് മെലിഞ്ഞ് ക്ഷീണിച്ചു വരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ജോൺ ആ നാടോടിയെ അന്വേഷിച്ചു പോവുകയും അയാളുടെ അടുത്തേക്ക് പോയിട്ട് അവന്റെ ശാപം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അയാൾ അവന്റെ ബ്ലഡ് ഒരു പാൻ കേക്കിലേക്ക് ആക്കിയ ആ ശാപം ആ കേക്കിലേക്ക് മാറ്റുന്നു. ആ കേക്ക് ആരെങ്കിലും കഴിച്ചാൽ അവന്റെ ശാപം പോവുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ജോൺ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന്റെ ശാപമെല്ലാം പോയിരുന്നു. അങ്ങനെ സന്തോഷത്തിൽ അവന് താഴേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആ കേക്ക് കഴിച്ച് അവന്റെ ഭാര്യയും മകളും മരിച്ചു പോയിരിക്കുന്നത് കണ്ട് ജോൺ ആകെ ഷോക്കായി പോന്നു.